ബാലു വർഗീസ് എടുത്തു പറയണം, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാലു വർഗീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലെ കാര്യം പിന്നെ പറയാം, പുള്ളി എല്ലാ കോമഡിയും കൈകാര്യം ചെയ്യുന്ന രീതി നല്ല രസമായിട്ട്. പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. 2 മണിക്കൂർ എൻജോയ് ചെയ്യൂ, ചിന്തിക്കൊന്നും വേണ്ട, തനിക്കോ സർവൈവത്തിലുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പരിപാടികളും സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ആയാലും സിജു ആയാലും എല്ലാവരും നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡയറക്ഷൻ എല്ലാവരും തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു പടം, നല്ല മൂവി, അടിപൊളി. എല്ലാം പടം എപ്പോഴും എല്ലാവരോടും തന്നെ പറയണത് തിയേറ്റർ മസ്റ്റ് വാച്ച്. മ്യൂസിക്, ബാലരാജിൻ്റെ മ്യൂസിക് നല്ല രസമുണ്ട്. തിയേറ്ററിൽ നമ്മളതിരുന്ന് കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ബ്രില്യൻ ഡയറക്ഷനാണ്. ബേസിൽ വർഗീസ് ആണെങ്കിലും ബാലു വർഗീസ് എടുത്തു പറയണം, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ എല്ലാവരും വന്ന് കാണുന്ന ഒരു ഫാൻറ്റസി മൂവിയാണ്. ആ ഒരു രീതിയിൽ വന്ന് അതിൻ്റെ ഇടയിൽ ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് ഫീൽ ചെയ്യുന്നില്ല. സോ അതൊരു ഡിഫറെൻറ്റ് മൂവിയായിട്ട് എനിക്ക് തോന്നി. നല്ല സിജു വിൽസൺ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിംഗ് ആണ്. മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ കാണേണ്ട ഒരു പടം തന്നെയാണ്. നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഞാനിപ്പോൾ ആൾക്കാരെ കാണുന്നുള്ളൂ. അകത്ത് കുറച്ച് പേരെ കണ്ടു, നമ്മുടെ സുഹൃത്തുക്കളും ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരെ കണ്ടു. ബാക്കിയുള്ള ഓഡിയൻസിനെ ഇപ്പോൾ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അവരൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏതാ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കൈയും കാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടി നടക്കുള്ളൂ. അല്ല, ഇതുവരെ കാണാത്തൊന്നുമല്ല. എൻ്റെ അടുത്ത് കാണാത്തായിരിക്കും ചിലപ്പോൾ. ഓ, അങ്ങനെയാണ്. അങ്ങനത്തെ സിനിമ പാർക്കോറും ഓട്ടവും ചാട്ടവും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. സർവൈവത്തിലുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പരിപാടികളും സ്റ്റണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു എൻ്റർടൈനറും കൂടിയാണ്. എല്ലാവരും തിയേറ്ററിൽ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ ലാസ്റ്റ് സിനിമ എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ റിലീസ് ചെയ്തിട്ട്. വല്ലപ്പോഴൊക്കെ സിനിമകൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല നല്ല സിനിമകൾ എന്താ പറയുക ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ള സിനിമ തിയേറ്ററിലൊന്ന് കാണാം. എന്തായാലും സിനിമയ്ക്ക് നല്ല ടൈമാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നല്ല സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്. ഓക്കെ, പടം അത് ഒരു ഫാൻറ്റസി പടമായിട്ടാണ്. പുഷ്പകാലം വന്നിട്ട് ഒരു ഫാൻറ്റസി കഥ. അതിൽ സിജു വിൽസൻ്റെ ഒക്കെ ആക്ഷനൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സിജു വിൽസൺ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാലു വർഗീസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലെ കാര്യം പിന്നെ പറയാം, പുള്ളി എല്ലാ കോമഡിയും കൈകാര്യം ചെയ്യുന്ന രീതി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഫാൻറ്റസി കഥയാകുമ്പോൾ അതിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു മുഷിപ്പോ കാര്യങ്ങളൊന്നും തോന്നല്ല. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ അതായത് വെവ്വേറെ രീതിയിൽ ചെയ്തേക്കണ പോലെ ഇതിൽ വന്നതാണ്. അതൊക്കെ കൂടുതൽ ഞാൻ പറയല്ല, അത് പടം കാണുമ്പോൾ മനസ്സിലാവും അത് എന്തിനാ ചെയ്തേക്കണെന്നൊക്കെ. എന്തായാലും ഒരു ഗംഭീര പടമായിട്ട് തോന്നി. എന്തായാലും ഒരു തിയേറ്റർ വാച്ചുകൾ എന്തായാലും ഈ പടം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഫാന്റാസ്റ്റിക് ഫിലിം ആൻഡ് ന്യൂ അപ്രോച്ച്. അതാണ് ഞാൻ പറയുന്നത്. പുതിയ ഡയറക്ടേഴ്സിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്കത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ഡയറക്ടേഴ്സ് ചെയ്യുന്ന ആ ഒരു തോട്ട് പ്രോസസ്സ്, അതായത് ഒരു യൂഷ്വൽ കഥ പറച്ചിലല്ല. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് മ്യൂസിക് വൈസ് ആണെങ്കിലും ആക്ഷൻ വൈസ് ആണെങ്കിലും 2 മണിക്കൂർ എൻജോയ് ചെയ്യൂ, ചിന്തിക്കൊന്നും വേണ്ട, തനിക്കോ. സിജുവിന് വെരി ഗുഡ് പെർഫോമൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഐ റിയലി ലവ് ദറ്റ്. ആക്ഷൻ വെരി ഗുഡ് ഡയറക്ഷൻ.